ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രയും ഡേവിഡും ഒക്കെ അറിഞ്ഞിരിക്കുകയാണ് കേട്ടോ അനഘയുടെ കാര്യം. അപ്പം അനഘ ജീവിച്ചിരിപ്പുണ്ടെന്നും അനഘ ഇപ്പോൾ പുരോഗതി പ്രാപിച്ചു വരുവാണെന്നുള്ള കാര്യം ആദർശ് പറയുന്നുണ്ട് കേട്ടോ അബിയോട്. അപ്പം തന്നെ അബി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളിനി റിക്കവറായി വന്നു കഴിഞ്ഞാൽ എന്താവും അവസ്ഥ, അവൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ച് അബിയുടെ മനസ്സിലൊരു ആദ്യം ഉണ്ടാവുക. അപ്പം നമ്മുടെ നയന പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആദർശിന്, ഇനിയിപ്പം അനഘയൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അബി എന്തെങ്കിലും അവളെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആദർശായിട്ട് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത സ്ഥിതിക്ക് എന്ന്. അതേസമയം നമ്മുടെ ഡേവിഡും അതുപോലെ തന്നെ നാഗേന്ദ്രയെ സംസാരിക്കുമ്പോൾ നാഗേന്ദ്രയ്ക്ക് മകനെ എങ്ങനെയും രക്ഷിച്ചേ പറ്റുള്ളൂ. ഇപ്പം തന്നെ നവ്യ അവനെ വിശ്വസിച്ച മട്ട, അതുകൊണ്ട് തന്നെ ഇനി രക്ഷിക്കണം. അതിന് അനഘ ഒരിക്കലും റിക്കവറായി വരരുത്, അനഘ ജീവിച്ചിരിക്കാൻ പോലും പാടില്ല. ഈ അവസ്ഥയിൽ അവളെ അങ്ങ് തീർത്ത് കളയാം എന്നാണ് നാഗേന്ദ്ര പറയുന്നത്. ഒരുപാട് നാളായില്ലേ അവൾ വേദന തിന്ന് കിടക്കുന്നു, അവളെ അങ്ങ് തീർത്ത് കളയാമെന്ന് പറയാണ്. അതിനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യാണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അബിയോട് ആദർശ് അത് പറഞ്ഞു കഴിയുമ്പം തൊട്ട് അബിക്ക് ആകെപ്പാടെ ഒരു വെപ്രാളമാകുകയാണ്. അബിയാണെങ്കിൽ ജലജയോട് സംസാരിക്കുക, എന്നിട്ട് ജലജയോട് പറയുന്നുണ്ട്, അമ്മേ ഒരു പ്രശ്നമുണ്ട്, ആദർശ് എന്ന് പറയുന്നവനുണ്ടല്ലോ അവനാണ് ഇപ്പം എന്നെ വിളിച്ചതെന്ന് പറയാം. അപ്പോൾ ജലജ ചോദിക്കുക, എന്താണ് അവൻ വിളിച്ചത്? ഇനിയിപ്പം നവ്യ ഇതെല്ലാം അറിഞ്ഞിട്ട് അവൾ അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്തത് കൊണ്ട് നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയാ, അതെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ, പിന്നെ അവൻ പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുക. ഇപ്പം സത്യങ്ങളൊക്കെ അവളുടെ അമ്മ വിളിച്ച് പറഞ്ഞിട്ട് പോലും നവ്യ വിശ്വസിച്ചില്ല, അവൾ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്താണിപ്പോൾ അവൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴൽ പോലും എൻ്റെ നേരെ നീട്ടാത്തതെന്ന് എനിക്കിപ്പോഴും പേടിയാ. ഇനി എല്ലാം കൂടി അവൾ മനസ്സിൽ വെച്ചിട്ട് ഒന്നിച്ച് പകവിട്ടാനോ മറ്റോ ഇരിക്കുകയാണോ എന്നറിയില്ല എന്ന് പറയാം. അപ്പോൾ ഉടനെ ജലജ പറയും, പോടാ അങ്ങനെയൊന്നുമില്ല, നിന്നെ അവൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. AM ജ്വല്ലറിയിലെ മാനേജറായിട്ട് നീ കയറാൻ വേണ്ടിയിട്ടും അവൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവളുടെ മനസ്സിലിപ്പോൾ അങ്ങനെയൊന്നുമില്ല, അവളുടെ അമ്മയും അതുപോലെ നയനയും ആദർശും എല്ലാവരും കൂടി അവളെ പറ്റിക്കുകയാണെന്നുള്ള ചിന്ത അവളുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. അതുമാത്രമല്ല കനക അത് പറഞ്ഞത് ആദർശിനെ ഈ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും തിരിച്ച് അനന്തപുരിയിലേക്ക് കയറ്റാനും ഒക്കെയാണെന്ന് അവളുടെ മനസ്സിലെ വിശ്വാസം. അതുകൊണ്ടാണ് അവളിപ്പം നിന്നെ കുറ്റപ്പെടുത്താത്തത് എന്ന് ജലജ പറയുമ്പം അബി പറയാ, അതുമാത്രമല്ലമ്മേ വേറെന്തോ സംഗതിയുണ്ട്, അവളെവിടേക്കോ പോയല്ലോ ഈ വിവരം അറിഞ്ഞതിന് ശേഷം. എവിടെയാ പോയതെന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല. അവളിവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്, ചെന്ന് ആരെയൊക്കെയോ കണ്ട് അവൾ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ ആ ഒരു വിവരത്തിൻ്റെ പേരിലാണോ അവൾ എന്നെ വിശ്വസിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയുക. അപ്പോൾ ജലജ ചോദിക്കുക, എടാ അതാരെ കണ്ട് സംസാരിക്കാൻ എടാ അവള്? അപ്പോൾ അബി പറയാം, അറിയില്ല, അവളുടെ കാര്യമല്ലേ, ഏതെങ്കിലും വിധത്തിൽ അവൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇനിയിപ്പം അവൾ ആ അനഘയെ പോയി കണ്ടാലും ഒന്നും അവൾ സംസാരിക്കുന്നില്ല ഇപ്പോൾ. പക്ഷേ ആദർശ് പറഞ്ഞതേ അനഘ റിക്കവറായി വരുന്നുണ്ടെന്നാ, അവൾ മരിച്ചിട്ടില്ല, അവൾ നല്ല രീതിയിൽ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞതത്രേ. അതുകൊണ്ട് തന്നെ അവൾ റിക്കവറായി വന്ന് എൻ്റെ തലയെടുക്കുമെന്നാണ് ആദർശ് പറഞ്ഞത്. അപ്പോൾ ജലജ പറയാ, ആണോടാ, ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം കൂടി കിടപ്പുണ്ടല്ലോ അവിടെ, അവളൊന്ന് തീർന്നു പോകുമായിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. അതില്ല, അവളിങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്കത് പ്രശ്നമായിട്ട് വരുവാണല്ലോടാ എന്ന് പറയാണ്. അപ്പോൾ അബി പറയാ, തീർച്ചയായിട്ടും എന്ത് ചെയ്യാനാ, അവളെ അങ്ങ് തീർക്കാൻ അന്ന് ഞാൻ നോക്കിയതാ, പക്ഷേ മുത്തശ്ശൻ്റെ ആളുകളാ അവിടെ മുഴുവൻ അവൾക്ക് കാവൽ നിൽക്കുന്നത്, അതുകൊണ്ട് അന്ന് അത് നടന്നില്ല. ഇതിപ്പം വലിയൊരു കുരിശായിട്ടിരിക്കുക. നവ്യയോട് അവൾ എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നവ്യ പോയിട്ട് അനഘയെ കണ്ട് സംസാരിക്കാൻ പറ്റിയാൽ, അനഘയിൽ നിന്ന് എന്തെങ്കിലും വിവരം അറിഞ്ഞാൽ വീണ്ടും പ്രശ്നമാകുവേ എന്ന് പറയുക. അപ്പം ജലജ പറയാ, എടാ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് ഒഴിവാക്കാൻ, അവളെ ഒന്ന് തീർക്കാൻ പറ്റിയിരുന്നേ, നീ ഒന്ന് ശ്രമിച്ചു നോക്കെന്ന് പറയുമ്പോൾ അബി പറയാ, ആഹാ അമ്മ എന്നെ കൊലയ്ക്ക് കൊടുത്തേ അടങ്ങോളെന്നാണോ? എന്തായാലും ഇനിയിപ്പം ഞാൻ അനഘയെ കൊല്ലാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ അത് മുത്തശ്ശൻ്റെ ആൾക്കാർ കണ്ടെത്തില്ലേ, അതിനുള്ള ബലമൊന്നും എനിക്കില്ല. ഒരു പ്രാവശ്യം അവളുടെ കഴുത്ത് ഞാൻ ഞെരിച്ചതാ, അതങ്ങ് നടന്നില്ല. അന്ന് അത് നടന്നിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നെന്ന് പറയുമ്പം ജലജ പറയാം, നീ ഒന്നുകൂടി ശ്രമിക്കടാ അവളെ അങ്ങ് തീർക്കാനായിട്ട്. സമാധാനത്തോടെ മനുഷ്യന് ജീവിക്കണ്ടേ, ഒന്നെങ്കിൽ നീ അങ്ങ് ശ്രമിക്ക്. എന്തായാലും നിന്റെ കാര്യം കുരിശി തന്നെയാ, അവൾ എണീറ്റ് വന്നാലും നിന്റെ കാര്യം പോക്കാം, നവ്യ നിന്നെ ശരിയാക്കും. ഇനിയിപ്പം അവളെ അങ്ങ് തീർത്തിട്ട് നീ അകത്ത് പോവാണെങ്കിലും കുറച്ച് കാലം കിടന്നിട്ട് ഇറങ്ങി വരാമല്ലോ എന്നൊക്കെ ജലജ പറയുമ്പോൾ അബി പറയുക, അമ്മ എന്തൊക്കെ ഈ പറയുന്നത്, ആലോചിച്ചിട്ട് തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്.
അതേസമയം ഈ നാഗേന്ദ്ര സംസാരിക്കുന്നുണ്ട് കേട്ടോ അവന്തികയോട്. അപ്പം അവന്തിക പറയാണ് നാഗേന്ദ്രയോടെ, അച്ഛാ ഒരു കാര്യം പറയാം, ഏട്ടൻ്റെ കാര്യത്തിൽ നവ്യയ്ക്ക് ഒരു സംശയവുമില്ല. നവ്യ ഏട്ടനെ വിശ്വസിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആദർശേട്ടൻ വിളിച്ചിട്ട് അബിയോട് പറഞ്ഞിട്ടുണ്ട് അനഘയെക്കുറിച്ചിട്ട് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര ചോദിക്കുക, എന്താ ആദർശ അനഘയെക്കുറിച്ച് അബിയോട് പറഞ്ഞത്? അമ്മയോട് അബി രഹസ്യമായിട്ട് പറയുന്നത് ഞാൻ കേട്ടതാ. എനിക്ക് ഈ വിവരമൊന്നും അറിയില്ലെന്നാണ് അബിയുടെ ഭാവം. പക്ഷേ അനഘയെ ആ രൂപത്തിലാക്കിയത് അബി തന്നെയാണെന്നുള്ള കാര്യം എനിക്കും അറിയാമല്ലോ. അമ്മയോട് പറയുന്നത് കേട്ടതാണ്. ആദർശേട്ടൻ പറഞ്ഞു അനഘ റിക്കവറായി വരുന്നുണ്ടെന്നും അത് അവനൊരു ഭീഷണിയായി മാറുമെന്നും ഒക്കെ. അപ്പോഴേക്കും അമ്മ പറഞ്ഞു അവളെ അങ്ങ് തീർക്കാൻ. പക്ഷേ അബി ഇതിനു മുമ്പും ശ്രമിച്ചതാ. അബി തകർന്നു പോയതല്ലാതെ അവളെ കൊല്ലാനൊന്നും അവനെ കൊണ്ട് സാധിച്ചില്ല എന്ന് പറയുമ്പം നാഗേന്ദ്ര പറയാ, ശരിയാ മോളെ നീ പറഞ്ഞത്, അനഘ അപകടകാരി തന്നെയാണ്. ഇപ്പം നവ്യ ഏകദേശം എല്ലാം വിശ്വസിച്ച മട്ട. അല്ല, ഏകദേശമല്ല, നമ്മൾ കളിച്ച നാടകത്തിൽ നവ്യ അങ്ങ് വീണു. കല്യാണത്തിന് മുമ്പോ കല്യാണത്തിന് ശേഷമോ പോലും നവ്യ അബിയെ ഇത്രയധികം വിശ്വസിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ നവ്യ പൂർണ്ണമായിട്ടും അബിയെ വിശ്വസിച്ചിരിക്കുക. ആ DNA ടെസ്റ്റ് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞതോടുകൂടി എല്ലാ തരത്തിലും അവൾ വിശ്വസിച്ചിരിക്കുക. പക്ഷേ ഇനിയിപ്പം അനഘ ഉയർത്തെഴുന്നേറ്റ് വന്നാൽ, അനഘയിൽ നിന്നുള്ള വിവരങ്ങൾ കിട്ടിയാൽ പിന്നെ അബിയെ അവൾ വച്ചേക്കില്ല. അവൾ പിന്നെ അബിയെ വിശ്വസിക്കില്ല ഒരിക്കലും. നമ്മളെപ്പോലും അവൾ വിശ്വസിക്കില്ല. നമ്മുടെ വിശ്വാസ്യത കൂടി തകരും മോളെ എന്ന് പറയാം. അപ്പം അവന്തിക പറയുന്നുണ്ട്, എന്ത് ചെയ്യാം, അവൾ ഇനി റിക്കവറായി വരുമോ? വീട്ടിലൊക്കെ ഒരു സംസാരമുണ്ട്. അവളെ ഡോക്ടർമാർ പറഞ്ഞു അവൾ റിക്കവർ ആവുന്നുണ്ട് എന്ന്, നല്ല രീതിയിൽ മരുന്നിനോട് പ്രതികരിക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അവൾ സംസാരിക്കാനും ചലിക്കാനും ഒക്കെ തുടങ്ങും. അത് നമുക്കൊക്കെ ഭീഷണിയാണല്ലോ അച്ഛാ എന്ന് പറയാം. അപ്പോഴേക്കും നാഗേന്ദ്ര പറയാ, ഈ നാഗേന്ദ്രയ്ക്ക് മുമ്പിൽ ഭീഷണിയായി നിന്നവരാരും പിന്നെ ഭൂലോകം കണ്ടിട്ടില്ല. നാഗേന്ദ്ര ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് മോളെ എന്ന് പറയാ. അപ്പോൾ അവന്തിക പറയാ, അച്ഛാ വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ആ നവീനേട്ടൻ്റെ കാര്യത്തിൽ എനിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ട്. നവീനേട്ടൻ ആരെയെ സ്നേഹിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്തണം. വീട്ടിൽ പോലും അയാളത് പറഞ്ഞിട്ടില്ല. പക്ഷേ ആരാണ് എൻ്റെ മുമ്പിൽ ഒരു ശത്രുവായിട്ട് വന്ന് നിൽക്കുന്ന പെൺകുട്ടിയെന്ന് എനിക്കറിയണം. എന്നെക്കാളും എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളതെന്ന് എനിക്കറിയണം അച്ഛാ. അത്രയ്ക്ക് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട് അയാൾ എടുത്ത തീരുമാനം എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, ശരിയാ മോളെ, അങ്ങനൊരു തീരുമാനം അവൻ എടുത്ത് നിന്റെ മനസ്സിനെ അവൻ വേദനിപ്പിച്ചെങ്കിൽ അതിനുള്ള ശിക്ഷ നമ്മൾ അവനും കൊടുത്തിരിക്കും. എൻ്റെ മക്കളെ ആരും വേദനിപ്പിക്കാൻ വേണ്ടി ഞാനിരി സമ്മതിക്കില്ല. എൻ്റെ മോളെയായാലും എൻ്റെ മോനെയായാലും അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കാൻ തടസ്സം നിൽക്കുന്നവരാരായാലും അവരെ ഈ നാഗേന്ദ്ര വെച്ച് വാഴിക്കില്ലിനി എന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയാ, എന്നാലും നവീനേട്ടൻ്റെമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചെന്ന് എൻ്റെ ചില ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അങ്ങനെ ആ കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. ഒരു പ്രാവശ്യം പോയി അയാളെ കണ്ട് സംസാരിക്കുകയും ചെയ്തതാ. അപ്പോഴൊന്നും പറയാത്ത ഈ പ്രേമം അയാൾക്ക് എവിടുന്ന് വന്നു? ആരായിരിക്കും ആ പെൺകുട്ടി? നവീനേട്ടൻ്റെ മുത്തശ്ശനും അമ്മയ്ക്കും പോലും അതിലൊന്നും ഒരു വ്യക്തതയില്ല. ഏതോ ഒരു തൻ്റെടിയായ പെൺകുട്ടിയാണെന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. എന്ത് പ്രത്യേകതയാണ് അവർക്ക് എണ്ണിക്കവിഞ്ഞുള്ളത്? അല്ല, അനന്തപുരിയിലെ കൊച്ചുമോളായ എനിക്ക് എന്ത് കുറവുണ്ടായിട്ടാ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞത്? അതെൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു വെച്ചാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയതാ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടി അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ആ നവീനെ സ്വന്തമാക്കണം എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരു വാശി കൂടി ഈ അവന്തികയ്ക്കുണ്ട്. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരണം ഇക്കാര്യത്തിൽ എന്ന് പറയാണ്. അപ്പോൾ നാഗേന്ദ്ര പറയാ, മോള് വിഷമിക്കണ്ട, എൻ്റെ മക്കൾ വിഷമിക്കുന്ന കാണാൻ മാത്രം എനിക്ക് പറ്റില്ല. അതുകൊണ്ട് മോള് നവീനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നവീൻ മോളുടെ ഭർത്താവായിട്ട് തന്നെ വന്നിരിക്കും എന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയാ, എനിക്കിപ്പോൾ അയാളുടെ ആഗ്രഹവും പ്രേമവും ഒന്നുമില്ല. പക്ഷെ ഒരു തരം വാശിയുണ്ട് അച്ഛാ. ആ വാശി അയാളെ സ്വന്തമാക്കണം എന്നുള്ളതാണ്. അയാളെ സ്നേഹിക്കുന്ന പെൺകുട്ടിയിൽ നിന്ന് അയാളെ വേർപിരിക്കണം. ആരാണ് അവളെന്ന് കണ്ടെത്തണം അച്ഛാ എന്ന് പറയുമ്പം നാഗേന്ദ്ര പറയാ, ഉടനെ തന്നെ നമ്മളെ നമുക്കത് കണ്ടെത്താം. അങ്ങനെ നിന്റെ ഈ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ അതും ചെയ്യാം. നീ അതോർത്ത് വിഷമിക്കുകയേ വേണ്ട എന്ന് പറയണം. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ്. അതേസമയം നമ്മുടെ അനി അറിഞ്ഞല്ലോ അവന്തിയും നവീനുമായിട്ടുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചെന്നുള്ള കാര്യം. അനിക്ക് മനസ്സിലാകപ്പാടെ ടെൻഷൻ ആവുകയാണ്. അനിയോട് വന്നിട്ട് ജാനകി പറയുകയാണ് ഈ കാര്യം. അനി, നീ അറിഞ്ഞോ, നവീനും അവന്തികയുമായിട്ടുള്ള ആ ബന്ധം വേണ്ടെന്ന് വെച്ചു. അനി ഞെട്ടിപ്പോവാ കേട്ടോ. അപ്പം അനി, അതെന്താമേ അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്ന് വെച്ചത്? നവീനുമായിട്ടുള്ള ബന്ധം നല്ലതല്ലായിരുന്നോ അനന്തപുരിക്ക് എന്ന് പറയാണ്.
അപ്പോൾ ജാനകി പറയാ ആ ബന്ധം നല്ലതൊക്കെയായിരുന്നു. അവന്തിക മോക്ക് ആ നവീനെ ഭയങ്കര ഇഷ്ടവുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നവീന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് അവന്തിക മോളോട് തെളിച്ച് പറഞ്ഞവൻ. അപ്പോഴേക്കും അനി ഞെട്ടിപ്പോവാ. അപ്പം അനി ചോദിക്കുക, എന്നിട്ട് ആരാണ് ആ പെൺകുട്ടിയെന്ന് നവീൻ പറഞ്ഞോ? അപ്പോൾ ജാനകി പറയാ, ഇല്ല, അതുമാത്രം അവൻ പറഞ്ഞിട്ടില്ല. അവൻ്റെ വീട്ടിലെ മുത്തച്ഛനോടും അമ്മയോടും പോലും പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഉടനെ വിവാഹം കഴിച്ചില്ലെങ്കിലും അവൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുള്ളൂ എന്ന് വാശിയില്ല. ഇനിയിപ്പോൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് നവീൻ പറഞ്ഞിരിക്കുക. അതുമാത്രമല്ല, അവന്തിക മോൾ ഒരുപാട് ആഗ്രഹിച്ചതാ നവീനുമായിട്ടുള്ള ബന്ധം. ഇവിടെ പെണ്ണ് കാണാൻ വന്നപ്പോഴോ അതിനുശേഷം റെസ്റ്റോറൻറ്റിൽ ഒരുമിച്ച് കണ്ടപ്പോഴോ പോലും അവന്തിക മോളോട് നവീൻ ആ വിവരത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ദേ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു, നവീൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്, അവളെ മാത്രമേ വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളൂ, അവന്തികയോട് അങ്ങനെയൊന്നുമില്ലെന്ന്. അതൊരു വിധത്തിൽ പറഞ്ഞാൽ അവന്തിക മോക്ക് നല്ലതായിട്ട് വിഷമമുണ്ടാക്കി. മാത്രമല്ല, ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും വിഷമമായി. കാരണം അങ്ങനെ ഒരു ബന്ധം നല്ലതായിരുന്നു അല്ലേ? എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ? ഇനിയിപ്പം ആരായിരിക്കും നവീൻ്റെ മനസ്സിലുള്ള ആ പെണ്ണ് എന്നൊക്കെ ജാനകി ചോദിക്കുമ്പം അനി ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പം ജാനകി വീണ്ടും ചോദിക്കുക, എടാ പറയടാ, നിനക്ക് ചിലപ്പോൾ അറിയായിരിക്കും ആരായിരിക്കും നവീൻ്റെ മനസ്സിലുള്ളതെന്ന്. അല്ല, നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, പലപ്പോഴും ഒന്നിച്ച് കാണാറുമുണ്ട്, സംസാരിക്കാറുമുണ്ട്. അങ്ങനെയൊക്കെ സംസാരിച്ചപ്പം ഏത് പെൺകുട്ടി അവൻ്റെ മനസ്സിലുള്ളതെന്ന് വല്ലതും നിന്നോട് പറഞ്ഞോ? അപ്പോഴേക്കും അനി പറയാം, ഏയ് എന്നോടെങ്ങും പറഞ്ഞിട്ടില്ല. അവൻ്റെ അച്ഛനോടും മുത്തശ്ശനോടും അമ്മയോടും പോലും പറയാത്ത സ്ഥിതിക്ക് എന്നോട് പറയുമോ? ഇനിയിപ്പോൾ ആരായാലും എന്താ, അവന്തികയെ അവന് വേണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവളെ അവൻ്റെ തലയിൽ കെട്ടിവെക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുക അനി. അതിനുശേഷം അനി റൂമിൽ പോയിരിക്കുകയാണ്. റൂമിൽ പോയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് അനി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഇവനിപ്പം ഇതെല്ലാം കുളവാക്കിയല്ലോ. എങ്ങനെയെങ്കിലും അവന്തികയും നവീനുമായിട്ടുള്ള വിവാഹം നടക്കുകയായിരുന്നെങ്കിൽ എൻ്റെയും നന്ദുവിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. ഇതിപ്പം മനസ്സിലോട്ടൊരു വലിയ പാറക്കല്ല് കൊണ്ട് ഇട്ട പോലുള്ള ഭാരവാ. ഇപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെച്ചപ്പം നവീൻ്റെ മനസ്സിൽ മുഴുവൻ നന്ദുവിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ഈ വിവാഹം പോലും വേണ്ടെന്ന് വെച്ചത്. മുത്തശ്ശനും ഒക്കെ വിഷമാവൂന്ന് അറിഞ്ഞിട്ടു കൂടി അവൻ അവന്തികയെ വേണ്ടെന്ന് വെച്ചത്. ഏതായാലും ഇനിയിപ്പോൾ എന്താ ചെയ്യുക, മനസ്സിലാകപ്പാടെ ഒരു വിഷമമായല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അനി ആ സമയത്ത് തന്നെ നന്ദുവിനെ വിളിക്കുകയാണ്. അപ്പോൾ നന്ദു ഫോൺ എടുക്കുന്നുണ്ട്. നന്ദു ചോദിക്കുക, എന്താ ഇപ്പോൾ വിളിച്ചേ? അല്ല അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി? നവ്യേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അപ്പോഴേക്കും അനി പറയാ, നവ്യേച്ചി ഇവിടെ പ്രശ്നങ്ങളല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. നവ്യേച്ചിയോട് നിന്റെ അമ്മ ഇതെല്ലാം തുറന്നു പറഞ്ഞിട്ട് കൂടി അത് വിശ്വസിക്കാൻ അവർ തയ്യാറായിട്ടില്ലല്ലോ. ഇപ്പോഴും ആദർശേട്ടനെയും നയനേടത്തെയും കുറ്റം പറഞ്ഞ് നടക്കുക നവ്യേടത്തി. എന്നിട്ട് അബിക്ക് വല്ലാത്തൊരു സപ്പോർട്ടും. എനിക്ക് തോന്നുന്നു വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളിനോടിടയ്ക്ക് അബിയെ ഇത്രയധികം വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഇപ്പോഴാണെന്നാ. കണ്ടില്ലേ, എന്ത് പറയാനാ ഇനിയിപ്പം? ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അവരെ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം. ഞാൻ വിളിച്ചത് അതിനൊന്നുമല്ല, വേറൊരു പ്രോബ്ലം പറയാനായിട്ടാണെന്ന് പറയുക. അപ്പം നന്ദു ചോദിക്കുക, എന്ത് പ്രോബ്ലം ആടാ പറയാനുള്ളത്? നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. നമ്മുടെ കാര്യത്തെക്കുറിച്ചിട്ടല്ലേ. എന്തിനാ ഇപ്പം വിളിച്ചത്? അമ്മയോ ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. ഓരോന്നൊന്നോരോന്ന് കിള്ളി ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അതിനൊക്കെ മറുപടി കൊടുത്ത് മടുക്കും. അപ്പം അനി പറയാ, എടി അതല്ല, അവന്തികയും നവീനുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, വീട്ടുകാർ തമ്മിൽ ആ വിവാഹം ഏകദേശമൊക്കെ ഉറപ്പിച്ച് വച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നന്ദു പറയാ, അതെ, എന്താ വിവാഹ നിശ്ചയമൊക്കെ അടുത്തോ എന്ന് ചോദിക്കുക. അപ്പം നന്ദുവിനോട് അനി പറയാ, അതൊക്കെ കുളവായിടി. ആ നവീൻ അവന്തികയോട് അവന്തികയെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. അപ്പം നന്ദു പറയണേ, അതെന്താ അങ്ങനെ ഇപ്പം നവീനേട്ടൻ പറയാൻ? നവീനേട്ടന് ചേരുന്ന പെൺകുട്ടിയായിരുന്നല്ലോ അവന്തിക. അവർ തമ്മിൽ നല്ല ചേർച്ചയായിരുന്നു. ഉടനെ ഒരു വിവാഹം കൂടാവല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചതാ. എന്നിട്ടിപ്പോൾ എന്താ നവീനേട്ടൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അനി പറയാ, അവൻ്റെ മനസ്സിൽ മറ്റേതോ പെൺകുട്ടി ഉണ്ടെന്നാ പറഞ്ഞത് അവന്തികയോട്. അത് അവന്തികയ്ക്കും ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഭയങ്കര വിഷമായി. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുന്നതിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. പക്ഷേ ഇപ്പം നവീൻ ഇങ്ങനെ പറഞ്ഞപ്പം അവർക്ക് ഭയങ്കര വിഷമമായി. എല്ലാവരും നല്ല വിഷമത്തിലാണ് നന്ദു എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, നേരാ, എല്ലാവർക്കും വിഷമമായിട്ടുണ്ടാവും. അപ്പം അനി ചോദിക്കുക, നിന്നോട് എന്തെങ്കിലും അവൻ പറഞ്ഞോ? അവൻ്റെ മനസ്സിലുള്ള പെൺകുട്ടിയെക്കുറിച്ചോ മറ്റോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നെപ്പോലെ തൻ്റെ ഉള്ളൊരു പെൺകുട്ടിയാണ് എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ആരാ എന്താണെന്നൊന്നും നവീനേട്ടൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചൊരു ആശ്വാസമൊക്കെ ആവുകയാണ്.
അനി ഫോണൊക്കെ കട്ട് ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. അതേസമയം ദേവയാനി മുത്തശ്ശിയായിട്ട് സംസാരിക്കുക. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനി, നയന മോളുടെ ചടങ്ങുകളൊക്കെ ഇങ്ങ് ആകാറായി, 3-ാം മാസത്തിലെ ചടങ്ങുകൾ നടത്തണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, തീർച്ചയായിട്ടും വേണം അമ്മേ, നയന മോൾ ഇവിടെ മൂത്ത മരുമോളല്ലേ, അവൾക്ക് വേണ്ട എല്ലാ ബഹുമാനങ്ങളും നമ്മൾ കൊടുക്കണമല്ലോ. അതുമല്ല ആദർശം നയനിയും ഒരുപാട് നാൾ കാത്തിരുന്നുണ്ടാകുന്ന കുട്ടിയാണ്. അപ്പോൾ എല്ലാ ചടങ്ങുകളും നമുക്ക് നടത്തണം, 3-ാം മാസം, 5-ാം മാസം, 7-ാം മാസം, എല്ലാ ചടങ്ങുകളും. അപ്പോഴേക്കും മുത്തശ്ശി പറയാ, അതിനും അടുത്തു, പക്ഷേ നയനമോൾ ഇവിടെ ഇല്ല, നയനമോളും ആദർശും മാറി താമസിക്കല്ലേ, എന്ന് വെച്ച് ആ ചടങ്ങ് നമുക്ക് നടത്താതിരിക്കാൻ പറ്റില്ല. മുത്തശ്ശനും ഞാനും ഒന്നും പങ്കെടുത്തില്ലെങ്കിലും ആ ചടങ്ങ് നടത്തണം. അവിടെ പോയി നീയും മറ്റുള്ളവരും ചെന്ന് ആ ചടങ്ങ് ഭംഗിയായിട്ട് നടത്തണം എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വരാൻ സാധ്യതയില്ല അല്ലേ അമ്മയെന്ന് പറയാ. വേണ്ട, വിളിക്കണ്ട, അദ്ദേഹത്തോട് പറയുകയും വേണ്ട. ഇങ്ങനെ നിഷ്കരുണ ആദർശിനോട് പറഞ്ഞിട്ടല്ലേ അവൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. ആദർശമോ പോയത് കൊണ്ടാണ് നയനമോളും പോയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് നയനമോൾ ഈ വീട്ടിൽ നിൽക്കേണ്ടതല്ലേ. ഇനിയിപ്പം നമുക്ക് അതൊന്നും പറയണ്ട, നിങ്ങളെല്ലാവരും കൂടി പോയി അവിടെ വെച്ച് ആ ചടങ്ങ് ഭംഗിയായിട്ട് അങ്ങ് നടത്തിയാൽ മതി എന്ന് പറയുക. അപ്പം ദേവയാനി പറയുന്നുണ്ട്, ഇത് ഞാൻ അമ്മയോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. എല്ലാവരും കൂടെ പോയി നമുക്ക് ആ ചടങ്ങ് നല്ല ഭംഗിയായിട്ട് തന്നെ നടത്താം. നവ്യയുടെ നടത്തിയതുപോലെ തന്നെ ഒന്നിനും ഒരു കുറവുമില്ലാതെ നയനമോളുടെ ചടങ്ങ് നടത്തണം. അവളുടെ അമ്മയോടും അച്ഛനോടും അനിയത്തിയോടും ഒക്കെ പറയുകയും ചെയ്യണം എന്ന് ദേവയാനി പറയാണ്. അങ്ങനെ അവർ നയനയുടെ 3-ാം മാസ ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. അതേ സമയത്താണ് നമ്മുടെ നാഗേന്ദ്രയും ഡേവിഡും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്ര ഡേവിഡിനോട് പറയുന്നുണ്ട്, അഭി ഇന്ന് ജോലിയിൽ പ്രവേശിക്കുമല്ലോ, എൻ്റെ മോൻ്റെ പട്ടാഭിഷേകം എന്ന് തന്നെ പറയാം അതിന്, അല്ലേന്ന് പറയാം. അപ്പം ഡേവിഡ് പറയാം, ശരിയാ, ഇന്ന് വരും, അഭി സാറ് ജോയിൻ ചെയ്യുകയും ചെയ്യും എന്ന് പറയുമ്പോൾ നാഗേന്ദ്ര പറയാം, എൻ്റെ മക്കളെ ഉയർത്തിക്കൊണ്ടുവരണം, അക്കാര്യത്തിൽ ഈ നാഗേന്ദ്രയ്ക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറയാം. അപ്പം ഡേവിഡും പറയുന്നുണ്ട്, സാറിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വരുന്നുണ്ടല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നാഗേന്ദ്ര അങ്ങോട്ട് പറയാം, അതെ, എല്ലാം സാധിച്ചു വരുന്നുണ്ട്. നവ്യ അവനെ വിശ്വസിച്ചു. വിവാഹം കഴിഞ്ഞ് ഇത്രയും നാളിനിടയിൽ അവളിപ്പോൾ പൂർണ്ണമായിട്ടും അവനെ അങ്ങ് വിശ്വസിച്ചു. ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും അവനെ അവിശ്വസിക്കാനും കുറ്റപ്പെടുത്താനും ഒന്നും പോകുന്നില്ല. ആ കാര്യത്തിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ആ ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്ന് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും നവ്യ വിശ്വസിക്കില്ലെന്ന് പറയാ. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതെ, നമ്മൾ കളിച്ച ആ നാടകത്തിന് നന്നായിട്ട് ഫലം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാണ്. അപ്പോഴേക്കും നാഗേന്ദ്ര പറയാ, അതൊക്കെ സംഭവിച്ചു, പക്ഷെ വേറൊരു ചതി അതിൽ ഒളിച്ചിരിപ്പുണ്ടോ എന്ന് പറയാ. അപ്പോൾ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അതെന്താ സാറേ അങ്ങനൊരു ചതി? ആ അനഘയില്ലേ, ചന്തുമോളുടെ അമ്മ, അവൾക്കിപ്പോഴും ഒരു കുഴപ്പമില്ല, അവൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് പറയാ. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതിനെന്താ, അവൾ ജീവശവമായിട്ട് കിടക്കല്ലേ, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സംസാരിക്കാനോ അനങ്ങാനോ പോലും പറ്റാത്ത അവളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നവ്യ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അവളെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കാണ്. അപ്പോൾ ഡേവിഡ് പറയാ, താനിതൊന്നും അറിഞ്ഞില്ലായിരിക്കും, ഞാൻ പക്ഷേ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. നമ്മുടെ അവന്തിക റിക്കവറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട് നല്ല പുരോഗതിയുണ്ട്. ഈ രീതിയിൽ പോയാൽ ഒരുപാട് നാളെടുക്കുന്നതിന് മുമ്പ് സംസാരിക്കാനും എണീറ്റ് നടക്കാനും ഒക്കെ തുടങ്ങുമെന്ന്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിഷയമല്ലേടോ എന്ന് പറയാ. അപ്പോൾ ഡേവിഡും പറയാ, ഇത് ശരിയാണോ? എന്നാൽ പിന്നെ അത് അഭിസാറിന് പ്രശ്നം തന്നെയാണ്. നവ്യയുടെ അടുത്ത് വന്ന് അനഘ വിവരങ്ങളെല്ലാം തെളിവ് സഹിതം പറഞ്ഞ പിന്നെ അഭിസാറ് കുടുങ്ങുമെന്നുള്ളതിന് ഒരു സംശയമില്ല എന്ന് പറയാം. അപ്പോൾ നാഗേന്ദ്ര പറയാ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലല്ലോ, എൻ്റെ മോൻ്റെ കാര്യം എനിക്ക് നോക്കണ്ടേ, അവൻ്റെ മുന്നിൽ ശത്രുക്കളായിട്ട് നിൽക്കുന്നവരെയെല്ലാം തകർക്കണ്ടേ, അതുകൊണ്ട് ഈ അനഘ എന്ന് പറഞ്ഞവരെ നമുക്കങ്ങ് തീർക്കണല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് ഇങ്ങനെ ഒരു കൊലച്ചിരി ചിരിക്കുക. അപ്പോൾ നാഗേന്ദ്ര പറയാ, എന്താടോ ചിരിക്കുന്നത്? അവള് ഇപ്പോഴും വേദന തിന്ന് ജീവശവമായിട്ട് ഇങ്ങനെ കിടക്കുക. ഒരുപാട് നാളായില്ലേ അവളെ ഈ കിടപ്പ് തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ അധിക നാളൊന്നും അവളിങ്ങനെ കിടക്കാതെ അവളെ അങ്ങ് വേദനയില്ലാത്ത ലോകത്തോട്ട് നമുക്കങ്ങ് പറഞ്ഞു വിട്ടാലോ എന്ന് പറയാ. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, പിന്നെ അത് നല്ല കാര്യമല്ലേ, ഉടനെ തന്നെ നമുക്കതങ്ങ് ചെയ്തേക്കാന്ന് പറയാം. അപ്പം നാഗേന്ദ്ര പറയാ, ശരിയാ, നല്ലതായിട്ട് ശ്രദ്ധിക്കണം, അവിടെ ആ മൂർത്തിയുടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, അതൊക്കെ മറികടന്ന് നമുക്ക് അവിടെ എത്തി അവളെ അങ്ങ് തീർക്കണം എന്ന് പറയാണ്. അങ്ങനെ നാഗേന്ദ്രയും അതുപോലെ തന്നെ ഡേവിഡും കൂടെ അനഘയെ തീർക്കാനായിട്ട് ചെല്ലുക. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് അനഘ പേടിച്ച് വിറച്ച് കിടക്കുക. അപ്പം അനഘയോട് ഡേവിഡ് പറയുന്നുണ്ട്, അല്ല എന്താ മോളെ നീ പേടിച്ചു പോയോ എന്ന് ചോദിക്കുക. അപ്പം നാഗേന്ദ്ര പറയാ, എന്നെ നിനക്ക് മനസ്സിലായി കാണില്ലായിരിക്കും, ഞാൻ നിൻ്റെ
ഭർത്താവ് അബിയുടെ അച്ഛനാ. അബിയുടെ അച്ഛൻ നാഗേന്ദ്രയെ ഞാൻ. എൻ്റെ മോന് മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്ന നീയുണ്ടല്ലോ, ഇനി ഉണ്ടാവാൻ പാടില്ല. എൻ്റെ മോന് ഇങ്ങനെ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല. അവൻ എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കണമെന്നേ. മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയല്ലേ. ഇപ്പം അവൻ്റെ ഭാര്യ നവ്യ അവനെ വിശ്വസിച്ചിരിക്കുക. ചന്തുമോള് അവൻ്റെ കുഞ്ഞല്ലെന്ന് അവൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരിക്കുക. ഇനിയിപ്പം നീ റിക്കവറായി വന്ന് സത്യങ്ങളെങ്ങാനും വിളിച്ചു പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പ്രശ്നമാവില്ലേ? അതിനു മുമ്പ് മോളെ നീ ഇല്ലാതാവുന്നത് തന്നെയല്ലേ നല്ലത് എന്നൊക്കെ ചോദിച്ച് അവിടെ നിന്ന് ഇങ്ങനെ അട്ടഹസിക്കുകയാണ് കേട്ടോ നാഗേന്ദ്രയും ഡേവിഡും കൂടെ. നമ്മുടെ പാവ അനഘയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കാണ്. എന്നിട്ട് അവർ തലേണ എടുത്ത് അനഘയെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അനഘ മരിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്